അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തോട് വിട പറഞ്ഞപ്പോൾ ദേ അടിമാലിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സിപ്പ് ലൈൻ പോയിന്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കരടിപ്പാറ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചായ കുടിക്കാറുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കരടിപ്പാറയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഈ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല പൊടി മഴ എപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. അങ്ങനെ കരടിപ്പാറയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. മിക്ക സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും ഉണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ടും ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ വളവും തിരിവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ദേ ഞങ്ങൾ രണ്ടുപേരും മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മൂന്നാർ നല്ല മഴയാണേ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഒരുപാട് കന്നുകാലികൾ മഴയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കയറി നിൽക്കുന്നുണ്ട്. മഴ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കയറി നിന്നിട്ടുണ്ടായിരുന്നത്. അതും ആ ഒരു ബിൽഡിങ്ങിന്റെ കവാടത്തിന്റെ അവിടെ. മഴ കുറയുന്ന ഒരു ലക്ഷണവും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ നിന്ന് നേരെ വട്ടവട പിടിക്കാനായിട്ട് തീരുമാനിച്ചു. മൂന്നാർ വന്നതല്ലേ, എന്തായാലും ഒരു ചുടുചായ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്ലൈമറ്റ്. റോഡ് സൈഡ് തന്നെയുള്ള ഒരു ചെറിയ ചായക്കട തപ്പി തപ്പി ഞങ്ങൾ ഇപ്പതേ വട്ടവടയ്ക്ക് കയറുന്ന ആ ഒരു പോയിന്റ് തന്നെ ഒരു ചായക്കട കണ്ടുപിടിച്ചു. രണ്ട് ചായ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ റോഡിലൂടെ വരുന്ന വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ കാറ്റും മഴയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നപ്പോൾ. തടിലോറി വരുന്നു നോക്കിയേ, എന്താ വരവല്ലേ. ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഒരു കാറ് കണ്ടു, നല്ല പച്ച കളർ കാറ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചായ റെഡി. അങ്ങനെ ആ ഒരു മഴയത്ത് ചായം കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇതേ ഇതുപോലുള്ള വ്യൂ പോയിന്റ് കാണുമ്പോൾ ബൈക്ക് നിർത്തും, എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അത് തന്നെ പരിപാടി. നമുക്ക് വട്ടവടയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലുള്ള ചെറിയ പൊട്ട് പൊട്ട് പോലെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ രണ്ടും രണ്ട് സ്റ്റൈലാണ്. അധികം വൈകാതെ തന്നെ കോട കണ്ടു തുടങ്ങിട്ടോ. വട്ടവടയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാറൊക്കെ മോഡേൺ ആണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഒത്ത നടുവിലായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ. എന്താ ഭംഗില്ലേ. മഴ തോരുന്ന ഒരു ലക്ഷണവും കാണാനില്ല. ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടരാനുള്ള പ്ലാനിൽ തന്നെയാണ്. മൺസൂൺ റൈഡ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ക്യാമറയും തൂക്കി നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇജാതി മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചേയില്ല. അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഇങ്ങനെ ദേ മാട്ടുപ്പെട്ടി ഡാമിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആരുടെയോ ലേസിന്റെ പാക്കറ്റ് കുരങ്ങന്മാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ നന്നേ കുറവാണ്. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമും കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ അയ്യരുകളിയാണ്. ദേ ഈ ഒരു സ്ഥലമൊക്കെ നോക്കി വെച്ചോട്ടോ, ആനകൾ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. തേയില പറിച്ച് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ദേ വരുന്നത്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേ ഇപ്പം നമ്മൾ എക്കോ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ദേ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ആടി തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ഞങ്ങൾ അധിക നേരം നിൽക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വട്ടവടയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയാൽ അവിടെ നമുക്ക് 6 മണിക്ക് മുമ്പായിട്ട് എത്തണം. എന്നാൽ മാത്രമാണ് നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ വട്ടവടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കവർ ചെയ്യാനായിട്ടാണ് മെയിൻ പ്ലാന്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിരിയാണി കടയിൽ നിന്ന് 2 പാക്കറ്റ് ബിരിയാണി വാങ്ങി. ബിരിയാണിയൊക്കെ കൊള്ളാം. പക്ഷേ ഞങ്ങൾ വട്ടവട എത്തിയപ്പോഴേക്കും നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത ഭക്ഷണം എങ്ങനെ ഉണ്ടാവും, അതുപോലെയായിരുന്നു ബിരിയാണിയുടെ അവസ്ഥ. മര്യാദയ്ക്കൊന്ന് രുചിച്ചു നോക്കാൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് തണുത്തു പോയിരുന്നു. വീണ്ടും വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു പൊടി മഴയും ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് തേയില പറിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു വണ്ടി പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് ചെന്നപ്പോൾ വാനരന്മാരുടെ ഒരു പട തന്നെ റോഡ് കൈയടക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്തെത്തുമ്പോൾ അവിടെ നല്ല വെയിലാണ്.
ഒരു ചെറിയ ബ്രേക്കിനായിട്ട് വണ്ടി നിർത്തിയ സ്ഥലം നോക്കിയേ, എന്താ ഭംഗിയില്ലേ. മുന്നോട്ട് പോകുന്തോറും തേയിലത്തോട്ടങ്ങളുടെ ഭംഗി കൂടിക്കൂടി വരികയാണ്. ഫോട്ടോ പോയിന്റും ടോപ്പ് സ്റ്റേഷനും ഒക്കെ കഴിഞ്ഞ് വട്ടവടയിലേക്ക് കയറാനുള്ള ആ ഒരു ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത ആ ഒരു പോലീസുകാരൻ പറഞ്ഞു 6 കിലോമീറ്റർ വണ്ടി നിർത്താൻ പാടില്ല, കാരണം നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാലോ, ഇതാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം. ഈ ഒരു കാട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഐഫോണ് നമ്മുടെ അഷ്കർ പുറകിലിങ്ങനെ കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ ഒരു ഐഫോണിന്റെ ലെൻസ് തുടയ്ക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൂട്ടേജ് ഒന്നും കിട്ടില്ലായിരുന്നു. സംഗതി വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്നാലും ചെറിയൊരു ഭയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്തോറും ശക്തമായിട്ടുള്ള മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഈ ഒരു റോഡൊന്നും ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ടാറിങ് ഇപ്പൊ ദേ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അധികാരികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട്. ഇനി ആകെ മാറ്റം വരേണ്ടത് ആ ഒരു ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ്. അവിടെ മാത്രമാണ് കുറേ അധികം ഗട്ടറുകളും മറ്റുള്ളത്. ഈ ഒരു വഴിയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുവഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് ഈ ഒരു കാട്ടിൽ നിർത്താനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് ദേ ഇവിടെ നല്ല പണി കിട്ടും, ഫൈൻ എന്തായാലും അടിച്ചു കിട്ടും. അങ്ങനെ റീൽസിലും മറ്റുമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്വിറ്റ്സർലാൻഡ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ. എന്തോ ഭാഗ്യത്തിന് അധികം വെള്ളത്തുള്ളികളൊന്നും ക്യാമറയുടെ ലെൻസിൽ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ ഒരു വിഷയിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം വട്ടവടയിൽ വരുമ്പോൾ എന്തായാലും ഒരു ആക്ഷൻ 4 മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മുടെ DJIയുടെ കിടിലൻ സാധനമാണെന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ GoPro 9 ഉപയോഗിച്ചിരുന്നു, പക്ഷേ GoPro 9 അത്ര പോരാ. നമ്മുടെ DJI കുറച്ചും കൂടി ബെറ്റർ ആണ്. കുറച്ചു നേരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ ഒരു തമിഴ്നാട് വണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടു. എന്ത് കണ്ടിട്ടാണാവോ നിർത്തിയേക്കണത്, പണി മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീട് മുന്നോട്ടേക്ക് പോയപ്പോൾ മഴ ഇങ്ങനെ ആർത്തിരമ്പി വരുന്നുണ്ട്. മോട്ടോ വ്ളോഗിങ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ DJI തന്നെ കേട്ടോ. DJIയുടെ ആക്ഷൻ 4 അല്ലെങ്കിൽ 3 ആയാലും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും GoPro എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുമ്പോണ്ടല്ലോ, നമ്മുടെ ഈ ഒരു DJI Osmo ആക്ഷൻ 3, 4 നല്ല രീതിയിൽ വില കുറയാറുണ്ട്. ഇപ്പോൾ ഈ ഫൂട്ടേജ് ഒക്കെ എടുക്കുന്നത് iPhone 14 പ്ലസിലാണ്. ചെറിയ മഴയൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. മഴത്തുള്ളികൾ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നതുണ്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അഷ്കർ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഫുട്ടേജ് നമുക്ക് കിട്ടുന്നു എന്ന് മാത്രം. ഞങ്ങളങ്ങനെ ദേ വട്ടവടയിലേക്ക് എത്തിയിരിക്കുകയാണ്. വട്ടവടയിൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സത്യൻസ് ക്യാമ്പ് വാലിയിലാണ് സ്റ്റേ ചെയ്യാറുള്ളത്. അവരുടെ പുതിയൊരു സ്റ്റേയും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ദേ നേരെ അങ്ങോട്ടേക്കാണ് വെച്ച് പിടിക്കുന്നത്. വട്ടവടയിൽ നല്ല മഴയാണ് കേട്ടോ. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഞങ്ങൾ ഇന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയാ അവിടെ റെഡ് അലേർട്ട് ആണത്രേ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒടുക്കത്തെ കാറ്റായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെരുപ്പൊക്കെ അടുത്ത പറമ്പിലാണ് കിടക്കുന്നത്. അജ്ജാതി കാറ്റായിരുന്നു അവിടെ. കൊടും ജാതി തണുപ്പായിരുന്നിട്ട് അവിടെ. വൈകിട്ട് ഏകദേശം ഒരു 7 മണി ആവുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 16-17 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. മൂന്നാറിലേക്ക് വരുന്നവർ എന്തായാലും വട്ടവട മിസ് ചെയ്യരുത് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ വരെ വന്നിട്ട് പലരും തിരിച്ചു പോവാറാണ് പതിവ്. പകരം വട്ടവടയിൽ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം പതിയെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ കവർ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ വട്ടവട മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീപ്പ് സഫാരി അതുപോലെ ഓട്ടോയിലൊക്കെ പോകാനായിട്ട് പറ്റും. നമ്മുടെ കാറുകൾ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികളൊക്കെ കുറച്ച് പാടായിരിക്കും. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന മലനിരകൾക്കൊക്കെ അപ്പുറത്ത് കൊടൈക്കനാലാണ്. അവിടുത്തെ അതേ ഭൂപ്രകൃതി തന്നെയാണ് ഏകദേശം വട്ടവടയിലും ഉള്ളത്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടവടയിൽ നിന്ന ഒരു സ്റ്റേ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.